ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഏറ്റവും ആദരണീയനായ ശ്രീ ജോർജ് കൊളുങ്ങറ സാർ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായ MLA പഴകുളം മധു അവറുകൾ, വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന വിശിഷ്ടാതികളെ, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. എനിക്കൊന്നിനിയും അധികം സമയം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളത്തെ പ്രിയ ജോയ്സി, റിട്ടയർ ഇന്നൊവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO പ്രിയ ജോയ്സി പി മാത്യുവിനെ ശരിക്കും അഭിനന്ദിക്കുന്നു. കാരണം ഈ ഒരു ശ്രമം, അതായത് വില്ലേജ് ഹബ്ബ് എന്നുള്ളൊരു റിട്ടയർ വില്ലേജ് ഹബ്ബ് എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യകളെയും സംരംഭത്വവും കൂടെ ഒന്നിച്ച് ചേർത്ത് ശക്തിപ്പെടുത്താനുള്ള ഒരു ശ്രമവും കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് കൊടുക്കാനുള്ളൊരു ശ്രമവുമാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിൽ ഏകദേശം 7-8 വർഷമായിട്ട് KVKയുമായിട്ട് ശ്രീ ജോയ്സി നിരന്തരം ഒരു സംവാദം അല്ലെങ്കിൽ R&D ആക്ടിവിറ്റീസ് നടത്തി ഈ തരത്തിലെത്തി എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. വില്ലേജ് ഹബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അത് നേരിട്ടും ഡിജിറ്റൽ രീതിയിലും അതുപോലെ തന്നെ വിപണന സാധ്യത, കാലാവസ്ഥാ വ്യതിയാനം, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലൂടെയും നടപ്പിലാക്കി ലഭ്യമാക്കുക എന്നൊരു ശ്രമമാണ് ഇതിലുള്ളത്. KVK ഒരു സാങ്കേതികവിദ്യ ടെക്നോളജി ട്രാൻസ്ഫർ ഓർഗനൈസേഷണൽ രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക സഹായങ്ങൾ ഇതിന് നൽകി വരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ശ്രമം ഇന്ന് റാന്നിയിൽ തുടങ്ങിയെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത് തുടങ്ങി കർഷകർക്ക് അതിൻ്റെ ഒരു പ്രയോജനം ലഭ്യമാക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമുക്കറിയാം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പോൾ റംബൂട്ടാനെ സംബന്ധിച്ച് 30 രൂപയ്ക്ക് വിൽക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് കർഷകർക്ക്. ഇതിൽ ഞാൻ പറയുന്നത് ഈ ഒരു കൃഷിയും നഷ്ടമല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം യഥാർത്ഥ കർഷകന് ഒരിക്കലും ഒരു കൃഷി നഷ്ടമല്ല. ഇപ്പോൾ റംബൂട്ടാൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കേസിൽ 100 രൂപയേ ഉള്ളൂ, അല്ലെ 120 രൂപയേ ഉള്ളൂ. എന്നാൽ വാങ്ങിക്കുന്ന ഉപഭോക്താക്കൾക്ക് 200-ഉം 250 രൂപയ്ക്കും കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെത്തുന്ന ചക്ക, ഒരു ചക്കയിൽ നിന്ന് ശരാശരി 500-1000 രൂപ അവർക്കുണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഇതും നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാലും ഞാൻ പലരോടും പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വഴിയോരത്ത് നമുക്ക് കൊണ്ടുവച്ച് എന്തുകൊണ്ട് വിൽക്കാൻ സാധിക്കുന്നില്ല? കർഷകരാണ്, ആത്മാഭിമാനമുള്ള ഒരു പ്രവൃത്തിയാണ്. എന്നാൽ വിൽക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ആത്മാഭിമാന കുറവ് പലപ്പോഴും പ്രദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ ഉപഭോക്താവിന് കിട്ടുന്ന അതേ വില ഞാൻ കർഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്നതും ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് 100 രൂപ അല്ലെ 200 കിട്ടും, 150 കിട്ടും, അതനുസരിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. കാരണം ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് അത് അവിടെ വെച്ച് നഷ്ടങ്ങളുണ്ടാകുന്നുണ്ട്, അതിൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടാകും, അതുപോലെ തന്നെ കുറച്ച് അഴുകിപ്പോകുന്നുണ്ടാകും. ഒരു 20-30% ലോസ് ഒരു പക്ഷേലുണ്ടാകും. പിന്നെ വിൽക്കുമ്പോഴുള്ള കമ്മീഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ന്യായമായ ഒരു വില കിട്ടുകയാണെങ്കിൽ, ഒരു ലെവലിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ലാഭമാണ് എന്ന് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ശരാശരി 4-5 വർഷമായ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന്, ഒരു മൂടിൽ നിന്ന് നമുക്കൊരു 30-40 കിലോ വരുമാനം നമുക്ക് കിട്ടാൻ സാധിക്കും. 100 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 3000-4000 രൂപ നമുക്ക് വില കിട്ടും. ഇത് നമുക്ക് 6000-8000 ആകണം എന്ന് ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് വിൽപ്പന നടത്താനും നമുക്ക് സാധ്യമാകണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ജില്ലയിലുള്ള ഗവൺമെൻറ് കോർഡിനേറ്റ് VOPCക്ക് വിപണികളിൽ നിന്ന് ഇത് എല്ലാ ദിവസവും അഗ്മാർക്ക് നെറ്റിലേക്ക്, വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വിവരങ്ങൾ. നമുക്ക് ആ വെബ്സൈറ്റിൽ പോയാൽ ഏത് വിപണിയിൽ, നമ്മുടെ ജില്ലയിലായാലും മറ്റ് സ്ഥലങ്ങളിലും ഏത് വിപണിയിലാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സാധ്യത റിട്ടയറിൻ്റെ ചാറ്റ് ബോട്ടിൽ കൂടി നമുക്ക് ലഭ്യമാകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാം മാനേജ്മെൻറ്റ്, നമുക്കറിയാം ഈ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വെളിരാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ
ഭൂമിയിൽ കൃഷി ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, എന്നാൽ അതിന് സാധ്യമാകുന്നില്ല. പിന്നെ പ്രായമായ ആളുകൾക്ക് കൃഷിഭൂമിയുണ്ട്, കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ റദ്ദാർ വില്ലേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ശ്രമം നടത്തി ഇതിൻ്റെ സ്ഥാപകനും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ ജോയ്സിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് കേരളത്തിലെ യുവ സംരംഭകർക്കും ഒരു മോഡലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. KVKയുടെ എല്ലാവിധ പിന്തുണയും ഈ സംരംഭത്തിന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.